അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സൂറത്തു ഹൂദിലെ 17-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفمن كان على بينة من ربه ويتلوه شاهد منه ومن قبله كتاب موسى إماما ورحمة أولئك يؤمنون به ومن يكفر به من الأحزاب فالنار موعده فلا تك في مرية منه إنه الحق من ربك ولكن أكثر الناس لا يؤمنون. അഫമൻ ഖാന അലാ ബയ്യിനത്തിൻ മിർ റബ്ബി. അഫമൻ ഖാന ഒരാളാണോ, അലാ ബയ്യിനത്തിൻ മിർ റബ്ബി അയാൾ തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള തെളിവിലാണുള്ളത്. അദ്ദേഹം ആണോ, എങ്ങനെയാണോ? അത് നേരത്തെ പറഞ്ഞ ഭൗതിക ജീവിതം കൊതിക്കുന്നവനെ പോലെയാണോ? ഒരു വാചകം അവിടെ മറച്ചു വച്ചതുപോലെയാണ് ആശയം വരിക. അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിർ റബ്ബിഹി, തൻ്റെ നാഥനിൽ നിന്നുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നവനാണോ? വയത്തുലൂഹു ഷാഹിദുൻ, അതിനെ പിന്തുടരുന്നുമുണ്ട്. വയത്തുലൂഹു, അതിനെ പിന്തുടരുന്നുമുണ്ട്. ഷാഹിദും മിൻഹു, അവനിൽ നിന്നു തന്നെയുള്ള ഒരു സാക്ഷി. വമിൻ ഖബലിഹി, അതിൻ്റെ മുമ്പ് കിതാബു മൂസ അലൈഹിസ്സലാമയുടെ വേദവുമുണ്ട്. ഇമാമൻ, ഇമാമായിട്ട്, പിന്തുടരപ്പെടാനുള്ള നേതൃത്വമായിട്ട്. വ റഹ്മത്തൻ, കാരുണ്യവുമായും. ഉലൈക, അക്കൂട്ടർ, യുഅ്മിനൂന ബിഹി, അതുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. വമൻ യക്ഫുർ ബിഹി, അതിനെ ആരെങ്കിലും നിഷേധിച്ചാൽ, മിനൽ അഹ്സാബി, ഈ സംഘങ്ങളിൽ നിന്ന്, കക്ഷികളിൽ നിന്ന്, ഫന്നാറു മഅീദു, അപ്പോൾ അവൻ്റെ ചെന്നുചേരുന്ന സ്ഥലം, അവൻ്റെ വാഗ്ദത്ത സ്ഥലം, ഫന്നാറു, അന്നാറുമായി, നരകമായിരിക്കും. ഫന്നാറു, അപ്പോൾ നരകം, മൗഇദുഹു, അവൻ്റെ നിശ്ചിതമായ ചെന്നുചേരുന്ന സ്ഥലമായിരിക്കും. അല്ലെങ്കിൽ അവനോട് ഭീഷണിപ്പെടുത്തപ്പെട്ട അവനുള്ള സങ്കേതം നരകമായിരിക്കും. ഫലാ തക്കു ഫീ മിരിയത്തി മിൻഹു, ആയതിനാൽ ഫലാ തക്കു, താങ്കളാകരുത്, ഫീ മിരിയത്തി മിൻഹു, അതിനെ സംബന്ധിക്കുന്ന സംശയത്തിൽ. ഇന്നഹു അൽ ഹഖു, തീർച്ചയായും അത് അൽ ഹഖു, ഹഖാണ്, സത്യമാണ്. മിർ റബ്ബിക, താങ്കളുടെ നാഥനിൽ നിന്നും. വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ, പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അർത്ഥം പറയാം. അഫമൻ ഖാന അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നവനാണോ? അതായത് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞ ഭൗതിക ജീവിതത്തെ ഉദ്ദേശിക്കുന്നവനെ പോലെ, അള്ളാഹുവിൽ നിന്നുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നവൻ ഭൗതിക ജീവിതത്തെ ഉദ്ദേശിക്കുന്നവനെ പോലെയാകുമോ? വയത്തുലൂഹു ഷാഹിദും മിൻഹു, അവനിൽ നിന്നു തന്നെയുള്ള ഒരു സാക്ഷി അതിനെ പിന്തുടരുന്നുമുണ്ട്. ഷാഹിദ് പറഞ്ഞാൽ സാക്ഷി, തലായത്തുലു പറഞ്ഞാൽ പിന്തുടരുക എന്നാണല്ലോ വാക്കിനർത്ഥം, പിന്തുടരുക. വയത്തുലൂഹു ഷാഹിദു മിൻഹു, അതിനെ പിന്തുടരുന്നുമുണ്ട്. ഷാഹിദു മിൻഹു, അവനിൽ നിന്നുള്ള ഒരു സാക്ഷി. വമിൻ ഖബലിഹി, അതിൻ്റെ മുമ്പോ കിതാബ് മൂസ അലൈഹിസ്സലാമയുടെ വേദം ഉണ്ട്. ഇമാമൻ, ഇമാമായിട്ട്. വറഹ്മത്തൻ, കാരുണ്യമായിട്ട്. ഉലൈക യുഅ്മിനൂന ബിഹി, അവരതിനെ വിശ്വസിക്കുന്നുമുണ്ട്. വമൻ യക്ഫുർ ബിഹി, അതിനെ ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ, മിനൽ അഹ്സാബി, കക്ഷികളിൽ നിന്ന്, പാർട്ടികളിൽ നിന്ന്, ഫന്നാറു മൗഇദുഹു, അപ്പോൾ തീയായിരിക്കും അവൻ്റെ സങ്കേതം. ഫലാ തകു ഫീ മിരിയത്തിൻ മിൻഹു, താങ്കൾ അതിനെ സംബന്ധിച്ച് സംശയത്തിലാകരുത്. ഇന്നഹു അൽ ഹഖു മിർ റബ്ബിക, തീർച്ചയായും അത് താങ്കളുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യമാണ്.
വലാകിൻ അക്സറ അന്നാസി ലാ യുഅ്മിനൂൻ, പക്ഷേ അധിക ജനങ്ങളും വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിൽ നിന്നുള്ള ബയ്യിനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നവർ. അതെന്താ അള്ളാഹുവിൽ നിന്നുള്ള ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ? ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത് അത് ബുദ്ധി, അതുപോലെ തന്നെ ചിന്താശേഷി, വിവേചിച്ചറിയുന്നതിനുള്ള കഴിവ്, സത്യവും ധർമ്മവും നല്ലതും കണ്ടറിയാൻ, അത് കണ്ടറിഞ്ഞത് സ്വീകരിക്കുന്നതിനുള്ള ഒരു മനസ്സ്, അതുപോലെ മനുഷ്യരിൽ ഓരോരുത്തരിലുമുള്ള ഒരു ധർമ്മബോധം അല്ലെങ്കിൽ ധർമാധർമ്മബോധം, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബയ്യിനത്ത് എന്നുള്ള പദം. ഓരോ മനുഷ്യനിലും ഒരു ധർമ്മബോധമുണ്ട്, ഒരു നന്മയോടുള്ള ആഭിമുഖ്യമുണ്ട്, നല്ലതിനോടുള്ള താല്പര്യമുണ്ട്. എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും എത്ര നീചനാണെന്ന് പറഞ്ഞാലും അവനിലൊരു ബയ്യിനത്തുണ്ടാകും. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം? ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മദ്യപാനിയായ മനുഷ്യൻ, അയാൾ അതിലാണ് ഹരം കൊള്ളുന്നത്. മദ്യപാനത്തിന് അടിമപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടൽ വളരെ അപൂർവ ആൾക്കാരാണ്. എന്നാൽ ഈ മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തൻ്റെ മക്കൾ കള്ള് കുടിക്കണം എന്ന് ആഗ്രഹിക്കൂല. ഞാനോ ഇങ്ങനെയായി, എൻ്റെ കുട്ടികൾ ഇതിൽ പെടരുത് എന്നേ പറയുള്ളൂ. പുക വലിക്കുന്ന ആൾക്കാരുണ്ടാകും ഇല്ലേ? അവരെന്താ പറയുക? എൻ്റെ കുട്ടിയും വലിച്ചോട്ടെ എന്ന് പറയുമോ? ഇല്ല, അതിൽ നിന്ന് രക്ഷപ്പെടും, കുട്ടികൾ ചെയ്യരുത് എന്നാണ്. കളവ് നടത്തുന്ന കള്ളന്മാരുണ്ടാകും, മോഷ്ടാക്കൾ. എന്നിട്ട് വീട്ടിലെ ചെലവിന് കണ്ടെത്തുന്നവരോ ആഡംബരത്തിന് വേണ്ടി അവർ പറയോ എൻ്റെ കുട്ടികളും കട്ടോട്ടെ എന്ന്? പറയില്ലല്ലോ. അവരും കള്ളന്മാരാവട്ടെ എന്ന്. എന്താ അങ്ങനെ ചിന്തിക്കണത്? തമ്മാടിത്തത്തിന് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടാവും, ഓല് പറയോ എൻ്റെ പെണ്ണും എൻ്റെ മോളും ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന്? എന്താ അങ്ങനെ? അത് ചെയ്യുന്ന ആൾക്കാർ തന്നെ പറയാ ഇതിൻ്റെ ബാക്കിയുള്ളവർ ചെയ്യരുത് എന്നാണല്ലോ. എന്താ അതിൻ്റെ കാരണം? ആ മനുഷ്യൻ്റെ മനസ്സിലുള്ളൊരു നന്മബോധമാണ്. അതാണ് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വഹ. ഓരോരുത്തരുടെ മനസ്സിലും ഫുജൂർ അധർമ്മവും തഖ്വ ധർമ്മവുമുണ്ട്, നന്മയും തിന്മയുമുണ്ട്. നന്മയെ പോഷിപ്പിക്കുന്നവന് അതിനുള്ള അവസരങ്ങൾ അള്ളാഹ് അങ്ങനെ നൽകും. തിന്മയെ പോഷിപ്പിക്കാൻ തുനിയുന്നവന് തിന്മക്കുള്ള അവസരം നൽകും. ഇതാണ് ബയ്യിനത്ത്. ഈ നന്മബോധം, ഈ നീതിബോധം, ഇതാണ്. ഇങ്ങനെ നീതിബോധം ഉള്ള അല്ലെങ്കിൽ നന്മയോട് ആഭിമുഖ്യമുള്ള, നന്മ സ്വീകരിക്കണം എന്ന ആഗ്രഹമുള്ള, സത്യം സ്വീകരിക്കാൻ താല്പര്യമുള്ള മനസ്സാണ് ഇവിടെ ആ ബയ്യിനത്ത് കൊണ്ട് വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അത് മാത്രമല്ല വയത്തുലൂഹു ഷാഹിദു മിൻഹു, അതിനെ പിന്തുണക്കാൻ, അങ്ങനെയുള്ള ബയ്യിനത്തിന്, ആ നന്മയെ അല്ലെങ്കിൽ ആ സത്യം സ്വീകരിക്കാനുള്ള മനസ്സിനെ, നേരിൻ്റെ വഴി കണ്ടെത്താനുള്ള മനസ്സിനെ പിന്തുണച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ളൊരു സാക്ഷ്യം, അത് ഖുർആനുമാണ്. അതിനെ പിന്തുണക്കാൻ ഖുർആനും കൂടി ഇങ്ങോട്ട് കിട്ടിയാൽ ആ മനുഷ്യൻ ഉത്തമനായി മാറും. ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ മനുഷ്യർ, വിശ്വാസികളൊക്കെ അങ്ങനെയാണ് ആവേണ്ടത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം എന്തിനാ ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയതാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച കഥയും ചരിത്രമൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം ദാറുൽ അർഖമിലേക്ക് കടങ്ങി. ദാറുൽ അർഖം എന്ന് പറഞ്ഞാൽ എവിടെയുള്ളത്? കഅബ കണ്ടിട്ടുള്ളവരാണല്ലോ, മസ്ജിദുൽ ഹറം കണ്ടിട്ടുള്ളത്. ബാബു ഇസ്മായിലിൻ്റെ കുറച്ച് അപ്പുറത്തായിരുന്നു അന്ന് ദാറുൽ അർഖം ഉണ്ടായിരുന്നത്. ബാബു ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെല്ലണ ആ വൈക്ക് വലത് ഭാഗത്ത് കുറച്ചടി ചെന്നാൽ അവിടെ ബാബു ഇസ്മായിൽ, അതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ദാറുൽ അർഖം അന്നുണ്ടായിരുന്നത്. അവിടേക്ക് വരികയാണല്ലോ ഉമർ ഖത്താബ്. വന്നിട്ട് എന്താ പിന്നെ പറയണത്? നമ്മളെന്തിനങ്ങനെ പേടിച്ചിരിക്കണത്? നമുക്ക് പുറത്തിറങ്ങണം, ഇത് സത്യമല്ലേ, അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതനല്ലേ, നമുക്കിറങ്ങാം, ഞാൻ ഉണ്ടാക്കും മുന്നിൽ. ഈ ഉമർ ഖത്താബിന് എന്താ ഇങ്ങനെ ഒരു നന്മ ഉണ്ടാകാനുള്ള, ഇങ്ങനെ ഒരു ഇസ്ലാം ബോധം ഉണ്ടാകാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നന്മയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ചരിത്രം അല്ലേ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു നന്മയുണ്ട്. ആ നന്മക്ക് ഖുർആൻ സൂറത്ത് ത്വാഹയിൽ ആദ്യത്തെ കുറച്ച് ആയത്തുകളാണ് കേൾക്കും ചെയ്തപ്പോൾ ഈ ഖുർആൻ അതിനാണ് പിന്തുണച്ചു. അതിൽ അദ്ദേഹം സത്യമാർഗം സ്വീകരിച്ചു. അതാണ് അങ്ങനെയുള്ള ഒരാൾ ഭൗതിക ജീവിതം കൊതിക്കുന്നതിനെ പോലെ ആകുമോ? ഇങ്ങനെ നന്മ സ്വീകരിക്കുന്നതിന് താല്പര്യമുള്ള, നന്മയോട് ആഭിമുഖ്യമുള്ള മനസ്സുള്ള ആൾ, അതിനെ പിന്തുണക്കാൻ വയത്തുലൂഹു ഷാഹിദും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ളൊരു ഷാഹിദ്. അതേതായി ഷാഹിദ്?
ഖുർആൻ അതിനെ പിന്തുണക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ അയാൾ ഉത്തമനായി മാറുകയല്ലേ ചെയ്യുക. അതാണ് സൂചിപ്പിക്കുക. വമീൻ ഖബലി, അതിൻ്റെ മുമ്പ് കിതാബ് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ വേദം ഉണ്ടല്ലോ. മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ വേദമുണ്ട്. അതും കൂടി ഉൾക്കൊള്ളേണ്ടവരാണ്, അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്നാണ്. അവർ ഭൗതിക ജീവിതം കൊതിക്കുന്നവരെ പോലെ ആവുകയില്ല. ഇമാമായിട്ട് മൂസാ നബിയുടെ വേദമുണ്ട്. ജൂതന്മാരിൽപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരും, അല്ലെങ്കിൽ ബനി ഇസ്രായേലിൽപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരും അത് വിശ്വസിക്കുന്നുണ്ട്. അതിൽ അവർ മാറ്റത്തിരുത്തലുകൾ വരുത്തി അവരുടെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനങ്ങളൊക്കെ നടത്തിയെന്നുള്ളത് ശരിയാണെങ്കിലും അവർ അതിനെ വിശ്വസിക്കുന്നുണ്ട്. ഇമാമായിട്ട് മൂസാ നബിയുടെ വേദമുണ്ട്. ഏതാ ഇമാമ്? തൗറാത്തിനെയാണ് ഇമാമ് എന്ന് പറയുന്നത്. എന്താ ഇമാമ് പറഞ്ഞാൽ? പിന്തുടരപ്പെടുന്നത് എന്നാണ്. പള്ളിക്ക് നമ്മൾ നിസ്കാരത്തിന് ഇമാമക്ക് പറഞ്ഞാൽ അദ്ദേഹം പിന്തുടരപ്പെടണം. അദ്ദേഹത്തിൻ്റെ മുന്നിക്കാരും പോകാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ പിന്നിലെ കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. വേദഗ്രന്ഥം ഇമാമാണ് പറഞ്ഞാൽ നിൻ്റെ ഇമാമാര് നമ്മൾ ഖബറിൽ വെച്ചിട്ടുള്ള ചോദ്യത്തിൽ ഒന്ന് അതായിരിക്കും എന്ന് പറയില്ലേ? മൻ ഇമാമുക്ക മർ റബ്ബുക്ക വമാ ഇമാമുക്ക, നിൻ്റെ ഇമാമ് ഏതാ? ഇമാമ് ഖുർആനാണ്. എന്താ ഖുർആൻ ഇമാമ് പറഞ്ഞാൽ? ഖുർആൻ അനുശാസിക്കുന്ന വിധമായിരിക്കണം വിശ്വാസിയുടെ ജീവിതം. ഖുർആന് നിരക്കാത്തതൊന്നും അയാളുടെ ആശയത്തിലോ ആദർശത്തിലോ ഉണ്ടാകാൻ പാടില്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന മുഴുവനും അയാളുടെ ആശയമോ ആദർശമായിട്ട് ഉണ്ടാകും വേണം. അതും കൂടിയാണ്. ഖുർആൻ പറഞ്ഞിരിക്കുന്ന മുഴുവൻ 6236 ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവനും ആശയാദർശമായി സ്വീകരിക്കണം. അതിൽ പെടാത്തതൊന്നും ആശയാദർശമായി സ്വീകരിക്കാനും പാടില്ല. അപ്പോൾ ആ ഖുർആൻ ഇമാമാക്ക, ചെറുതും വലുതൊക്കെ ഇമാം. അത് ഭൗതികമായ ജീവിതത്തിലാണ് ഖുർആൻ ഇമാമാക്ക. പിന്നെ റഹ്മ, ഖുർആൻ തന്നെയായിരിക്കും അല്ലെങ്കിൽ വേദഗ്രന്ഥം തന്നെയായിരിക്കും കാരുണ്യമായിട്ട് പരലോകത്ത് അവനെ രക്ഷപ്പെടുത്താൻ ഉതകുക. അത് മുമ്പ് കാലത്ത് തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെയാണ്. ഇപ്പോൾ ഖുർആനാണ്. വമിൻ ഖബലിഹി കിതാബ് മൂസ ഇമാമൻ, മുമ്പ് ഇമാമായിട്ട്, ഇതിൻ്റെ മുമ്പ് ഖുർആനിൻ്റെ മുമ്പ് ഇമാമായിട്ട് അല്ലെങ്കിൽ റഹ്മത്തായിട്ട് പിന്തുടരപ്പെടേണ്ടതായിട്ട് കാരുണ്യമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമയുടെ വേദഗ്രന്ഥവുമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമയുടെ പറഞ്ഞാൽ അദ്ദേഹത്തിന് അള്ളാഹ് അവതരിപ്പിച്ച് കൊടുത്ത. ഉലായിക യുമിനൂന ബിഹി, അത്തരം ആൾക്കാർ ഈ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കും. എത്ര ആൾക്കാർ? മനസ്സിൽ ഒരു ധർമാധർമ്മ ബോധം, അതിൽ ധർമ്മത്തെ വളർത്തണമെന്നും അധർമ്മത്തെ തളർത്തണമെന്നും, എന്നിട്ട് ഞാൻ ധർമ്മത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ, സന്മാർഗത്തിൻ്റെ വഴി, നന്മയുടെ വഴി അത് കണ്ടാൽ സ്വീകരിക്കാൻ സന്നദ്ധരാണെന്നും അങ്ങനെയുള്ള ആളുകൾ, അവർക്ക് ഈ വേദഗ്രന്ഥത്തിൻ്റെ സന്ദേശവും കിട്ടിയാൽ അവരതിൽ വിശ്വസിച്ചിരിക്കും. അതിന് നല്ല ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം. അങ്ങനെ ഒരുപാട് മഹാന്മാരുണ്ട്. വമ യക്ഫുർ ബിഹി മിനൽ അഹ്സാബി, ഈ കക്ഷികളിൽപ്പെട്ട ആരാണ്? ഈ കക്ഷികൾ ഖുറൈശികളും കൂടെയുള്ള എല്ലാവരും, ഇന്നുള്ള ആൾക്കാരും വൈപ്പെടും. ആരെങ്കിലും ഹിസ്ബ് എന്നുള്ളതിൻ്റെ പാർട്ടി ബഹുവചനമാണ് അഹ്സാബ്, പാർട്ടി, കക്ഷി. സൂറത്തുൽ അഹ്സാബ് പറഞ്ഞ സൂറന്നുണ്ടല്ലോ. ഫന്നാറു മൗഇദുഹു, അങ്ങനെയുള്ള ആൾക്കാർക്ക് വഅദ ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാരോട് കരാർ ചെയ്തിരിക്കുന്നത്, മൗഇദ് അങ്ങനെ നിർണയിക്കപ്പെട്ടിരിക്കുന്നത്, അവരോട് ഭീഷണിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സ്ഥാനം നരകമാകുന്നു. ഫലാ തകു ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി, ആയതിനാൽ താങ്കൾ ഈ ഖുർആനിൻ്റെ കാര്യത്തിൽ സംശയത്തിൽ അകപ്പെടരുത്. മിറിയത്ത് പറഞ്ഞാൽ എന്താ? സംശയം. മിരിയ എന്നാവുക. മിരിയ ഫിർഔൻ, എന്താ അങ്ങനെ? അത് റാവിന് സുക്കൂനിട്ട് വന്ന് അതിൻ്റെ മുമ്പ് കസുറും വന്നാൽ മിറിയത്തിൽ നിന്നാണ് നമ്മൾ സാധാരണ പഠിച്ചത്. റാവിന് സുക്കൂനിട്ട് അറു എന്നല്ല പറയും. ഇവിടെ അതിൻ്റെ മുമ്പ് കസുറ് വന്നാൽ മിരിയ ഫിർഔൻ. അത് അറബി ഭാഷയിലെ ഉച്ചാരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫലാ തകു ഫീ മിരിയത്തിൻ മിൻ, ഇനി ഒരാൾ മിറിയത്തിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു തെറ്റാണ്. വലിയൊരു തെറ്റൊന്നുമല്ല, പക്ഷെ ഓതുമ്പോഴുള്ള ഒരു അദബ് പെട്ടതാണ്, ഭാഷാപരമായൊരു നിയമത്തിൽപ്പെട്ടതാണ് മിരിയ എന്ന് പറയുക. ഫലാ തകു ഫീ മിരിയത്തിൻ മിൻഹു, താങ്കൾ അതിലൊരു സംശയത്തിൽ അകപ്പെടേണ്ട. എന്തിനാ താങ്കൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്? അദ്ദേഹം സംശയിച്ചിട്ടൊന്നുമല്ലല്ലോ. എന്നാലും അത് സ്വാഭാവികമായി നമ്മൾ കുട്ടികൾ അപകടത്തിൽ പെടുന്നതിൻ്റെ മുമ്പ് തന്നെ പറയും, മോനെ അപകടത്തിലും ആപത്തിലൊന്നും പെടരുതേ, മോനെ ചീത്ത കൂട്ടുകെട്ടിൽ പെടരുതേ. അതിൽ പെട്ടിട്ടൊന്നുമല്ല, സംശയം ഉണ്ടായിട്ടൊന്നുമല്ല. അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണത്. ഫലാ തകു ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞാൽ നമുക്ക് ബാധകമാണ്. നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ സംശയം ഉണ്ടാകും. എന്താ ഖുർആൻ അങ്ങനെ പറയുന്നത്? അപ്പോൾ ആ സംശയം ഉണ്ടാകരുത് എന്ന റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്ന നമ്മളോടും കൂടിയാണ്. ഫലാ തകു ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ, അദ്ദേഹം ഫീ മിരിയത്തിൻ മിൻഹു, അതിനെ ഖുർആനിനെ സംശയിക്കരുത് താങ്കൾ. അങ്ങനത്തെ ഫലാ തകു, താങ്കൾ ആകരുത് ഫീ മിരിയത്തിൻ മിൻഹു, അതിനെ സംശയത്തിൽ. ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക, എന്താ കാരണം?
അത് താങ്കളുടെ റബ്ബിൽ നിന്നുള്ള ഹക്കാണ്. റബ്ബ് തന്നെ ഹക്കാണ്. ഹക്കായവനിൽ നിന്ന് ഹക്കായതേ വരൂ. നമ്മൾ പറയില്ലേ, നല്ലവരിൽ നിന്ന് നല്ലതേ വരൂ. അതാണ്. നല്ല സുഗന്ധം പൂശിയവരിൽ നിന്ന് സുഗന്ധമേ ഉണ്ടാകും, അല്ലെങ്കിൽ സുഗന്ധത്തിൽ നിന്ന് സുഗന്ധമേ ഉണ്ടാകും. അതാണ് ഫല ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക, റബ്ബിൽ നിന്നുള്ള ഹക്കാണത്. റബ്ബ് ഹക്കായത് കൊണ്ട് അവനിൽ നിന്ന് ഹക്ക് മാത്രമേ വരൂ. വേറെ സൂറത്ത് ഫുസ്സിലത്ത് പറഞ്ഞില്ല, ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി, അവനിൽ നിന്ന് ബാത്തിൽ, തെറ്റ്, കുറ്റം അങ്ങനെയൊന്നും അള്ളാഹുവിനെ സംഭവിക്കില്ല. സുബ്ഹാനല്ലാഹ്. വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും, അക്സറുന്നാസ് ജനങ്ങളിൽ അധികം ആൾക്കാരും വിശ്വസിക്കുകയില്ല. മനസ്സിലായിട്ടില്ല? ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കുക. അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, തൻ്റെ നാഥനിൽ നിന്നുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നവനാണോ? അവിടെ ഒരു അവ്യക്തത തോന്നുമ്പോഴാണ് നമുക്ക് പരിഭാഷി തഫ്സീറൊക്കെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആയത്തിലെ ദുനിയാവിലെ ജീവിതം ആഗ്രഹിക്കുന്നവനെ പോലെയാണോ എന്ന് വ്യക്തമാകുക. വയത്ലൂഹു ഷാഹിദും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഷാഹിദ്, ഒരു സാക്ഷി അതിനെ പിന്തുടരുന്നുമുണ്ട്. വമിൻ ഖബിലിഹി കിതാബ് മൂസ, അതിൻ്റെ മുമ്പ് മൂസാ നബി അലൈഹി സ്വലാമക്ക് അവതീർണമായ വേദവുമുണ്ട്. ഇമാമായിട്ട്, നേതൃത്വമായിട്ട് അല്ലെങ്കിൽ നേതാവായിട്ട്, വറഹ്മത്തൻ കാരുണ്യമായിട്ടും. ഉലൈക യുഅ്മിനൂന ബിഹി, അത്തരം ആൾക്കാർ ആ വേദത്തിൽ വിശ്വസിക്കുന്നവരാണ്. വമൻ യക്ഫുർ ബിഹി മിനൽ അഹ്സാബി, ഈ കക്ഷികളിൽ നിന്ന് അതിനെ തള്ളിക്കളയുന്നവരൊക്കെയും ഫന്നാറു മൗഇദുഹു, അവർ ചെന്നു ചേരുന്ന സങ്കേതം നരകമായിരിക്കും. അവരോട് ഭീഷണിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് നരകമാണ്, അതാണ് അവർക്ക് ലഭിക്കുക. ഫലാ തകു ഫീ മിരിയത്തിൻ മിൻഹു, ആയതിനാൽ താങ്കൾ അതിനെ സംബന്ധിച്ച് സംശയത്തിലാകരുത്. ഖുർആനിനെ സംബന്ധിച്ച് ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക, അത് താങ്കളുടെ നാഥനിൽ നിന്നുള്ള സത്യമാണ്. വലാകിൻ അക്സറന്നാസി ലാ യുഅ്മിനൂൻ, പക്ഷേ ബഹുഭൂരിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥത്തെ പൂർണ്ണമായി അംഗീകരിച്ച് വിശ്വസിച്ച് അതിനെ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവും. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب